ഒരു വ്യക്തി ആത്മീയമായി വളരാൻ എന്ത് ചെയ്യണം? അതുപോലെ എങ്ങനെയാണ് ആത്മീയതയിൽ വളരേണ്ടത്? എന്ത് ചെയ്യണമെന്നും എങ്ങനെ വളരണമെന്നും നമ്മൾ മനസ്സിലാക്കിയത്, പക്ഷേ ഇതിൻ്റെ ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ സൊല്യൂഷനും വരുന്നത്. എങ്കിലും പറയാം, അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടായിരിക്കണം. സത്യത്തെ അറിയാനുള്ളൊരാഗ്രഹം ബേസിക്കായിട്ട് അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലാംഗ്വേജ് പിടികിട്ടത്തുള്ളൂ. ഇപ്പം ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പോലെ മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പം എന്തിനെ മുട്ടണം? എവിടെ പോയി മുട്ടണം? അത് ഒരാൾക്ക് ലഡു കഴിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ബേക്കറി കടയിൽ പോയല്ലേ മുട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ആ സത്യത്തെ അറിയാനുള്ള ആഗ്രഹം ബേസിക്കായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികത അവിടെ വർക്കൗട്ടാവുള്ളൂ. അങ്ങനെ ഉള്ളവന് മാത്രമേ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ആ ഗുരു പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഭഗവത്ഗീത. കേട്ടിട്ടുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ കൃഷ്ണനും അർജുനനും യുദ്ധക്കളത്തിൽ വെച്ച് സംസാരിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അത് ധൃതരാഷ്ട്രരും സഞ്ജയൻ കാണുന്നത് ധൃതരാഷ്ട്രൻ്റെ അടുത്ത് പറയുന്നു. ഇതാണ് ആ സന്ദർഭം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും സഞ്ജയൻ അവിടെ കാണുന്നുണ്ട്, അത് ധൃതരാഷ്ട്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ 18 ചാപ്റ്ററും അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പൂർണ്ണ ബ്രഹ്മതത്വമാണ് ശരിക്കും അത് പറയുന്നത് അവിടെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് തീർന്നതിന് ശേഷം സഞ്ജയന് ബോധ്യമായി ഇനി ആരാണ് അവിടെ ജയിക്കാൻ പോകുന്നത്. അവിടെ കേവലം യുദ്ധത്തിൻ്റെ സൊല്യൂഷൻ അല്ല അവിടെ പറഞ്ഞത്, ബ്രഹ്മതത്വമാണ് പറഞ്ഞത്. എന്താണ് നീ, ഹുവാമൈ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ആൻസറാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കേട്ട് സഞ്ജയൻ തന്നെ കേട്ടത് കൊണ്ട് തന്നെ ബോധപ്രാപ്തനായി സഞ്ജയൻ ശരിക്കും പറഞ്ഞാൽ. അപ്പം സഞ്ജയന് ഒരു ഡൗട്ടും ഇല്ല ഇനി ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നതെന്നുള്ളത്. അവിടെ യുദ്ധത്തിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എൻഡിങ് അല്ല അവിടെ ഇദ്ദേഹത്തിന് ആ ബ്രഹ്മതത്വം ബോധ്യപ്പെട്ടു. എന്നിട്ട് അപ്പോൾ എന്തായാലും യുദ്ധത്തിൽ ആര് ജയിക്കുന്നുള്ളത് ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല, അത് അണ്ടർസ്റ്റുഡാണ്. എങ്കിലും സഞ്ജയൻ ധൃതരാഷ്ട്രനോട് ചോദിക്കുകയാണ്, അങ്ങ് പറയൂ ഇനി ആരായിരിക്കും ഇതിൽ ജയിക്കുന്നത്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾ എന്നെ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അദ്ദേഹം ഈ 18 ചാപ്റ്ററും കേട്ടത് ഏത് ആംഗിളിലാണ്? അദ്ദേഹത്തിന് ആ സത്യത്തെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഒട്ടും ഇല്ല. പക്ഷെ അവിടെ മൊത്തവും പറഞ്ഞത് എന്താണ്? സത്യത്തെ പറ്റിയിട്ട് മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിലോട്ട് അത് കണക്റ്റായില്ല. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഇല്ല. എന്ത് കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ബേസിക്കലി അറിയാനുള്ളൊരാഗ്രഹം, ഒരു സത്യത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ ചോദ്യം. ഹാർട്ട് ഉപയോഗിച്ച് അറിയാൻ ശ്രമിക്കണം. ബ്രെയിൻ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? മനസ്സിലാവുന്നതോടൊപ്പം തന്നെ ഈഗോയും അവൻ്റെ കൂടെ പാരലായിട്ട് വളരും. ഹാർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈഗോ ഉണ്ടാകില്ല. ആ 2 രീതിയാണ് ചെയ്യേണ്ടത്.